ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. നമ്മളൊന്ന് പുറത്ത് പോകാൻ പോയിട്ടുണ്ട്. കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. UK വന്നിട്ട് 1.5 കൊല്ലമായെങ്കിലും നേരെ ചൊവ്വേ സ്ഥലങ്ങൾ പോലും കണ്ടിട്ടില്ല. അത് കാരണം വീടിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടേക്കാന്ന് ഓർത്ത് അങ്ങ് റെഡിയായി അങ്ങ് പോകാൻ പോയ ഗൈസ്. ഏത് സെറ്റലായ വാ പോയേക്കാം. എവിടെ പോകണമെങ്കിലും സ്റ്റൈലിൽ തന്നെ പോകണം. അതിലൊരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങ് ഇറങ്ങുവാണ് ഗൈസ്. കുഴപ്പമില്ലാത്ത വെതറൊക്കെയാണ്. അത് കാരണമാണ് ഞാൻ പിന്നെ ചാടി ഇറങ്ങിയത്. മരക്കാരൊക്കെ പൊക്കത്ത് കാണുന്നുണ്ട്, എന്നാലും സാരിയില്ല, നമുക്ക് നോക്കാം. ഇവിടുത്തെ പിന്നെ വെതർ എന്ന് പറഞ്ഞാൽ അറിയാലേ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ചിലപ്പോൾ വെയിലായിരിക്കും, അത് കഴിഞ്ഞ് നമ്മൾ വെയിലെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും മഴ വേണം. പിന്നെ കുടം എടുത്തുകൊണ്ട് വരുമ്പോഴായിരിക്കും തണുപ്പ് ഇട്ട് കളയണം. അത് കാരണം നമ്മൾ വെതറിൻ്റെ കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഏത് ഞാനിപ്പോൾ റോഡ് മുറിച്ച് കിടന്ന പോലെ നിങ്ങളും മുറിച്ച് കിടക്കാൻ പാടില്ല കേട്ടോ. അവിടെ വേറെ സിഗ്നലിൻ്റെയൊക്കെ പരിപാടിയുണ്ട്, അതുവഴി ഇറങ്ങിയാൽ പിന്നെ എളുപ്പവഴി ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കില്ലെന്ന് കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ ചാടി കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ ഗൈസ് അമ്മമാർ ഇങ്ങനെയാട്ടോ പിള്ളേരെ കൊണ്ടുപോകണം. അതായത് സ്ട്രോളറിൽ ഒന്തിക്കൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ നേരെ അലക്കി തോളത്തൊക്കെ ഇട്ടുണ്ടാകും കൊണ്ടുപോകണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ഓരോ സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടാണ്. അതായത് നാട്ടിലൊക്കെയാണ് തന്നെ കൈ വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ നേരെ റോട്ടിലോട്ട് ഓടും, മാവിൻ്റെ മണ്ടയിൽ കയറും. അതൊന്നും ഇവിടെ അങ്ങനെ പറ്റത്തില്ല. അത് കാരണം പിള്ളേരെ ഇതിനകത്ത് ഇരുത്തേ കൊണ്ടുപോകണം. അതാകുമ്പോൾ അവർക്കും സുഖമാണ്, ഉന്തിക്കൊണ്ട് നടന്നാൽ മതി, പിള്ളേരും സേഫാണ്. ഏത് മൂഡ് ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങ് പോകണം. ഇല്ല, അവിടെ കുറേ ബിൽഡിങ്സ് കണ്ടില്ലേ, അങ്ങോട്ടാണ് ഗൈസ് പോകാൻ പോകുന്നത്. അതായത് സ്ഥലത്തിൻ്റെ പേര് പറയാം, കനറി വാർഫ് എന്ന് പറയും. അതായത് ലണ്ടനിലെ മെയിനായിട്ടുള്ള ബിസിനസ് ഹബ്ബ് സ്ഥിതി കൊള്ളുന്ന ഒരു പുരാതന സ്ഥലമെന്ന് പറയാം. അതായത് ഏറ്റവും കൂടുതൽ ബിൽഡിങ്സൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ട ട്രെയിനിൽ തന്നെ ചാടി കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏതാണ്ട് പീക്ക് ടൈം ആയപ്പോഴായിരുന്നു ഞാൻ കയറിയത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര തിരക്കൊന്നും കാണാറില്ല. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പത്ത് എല്ലാവരും ചാടി ഇറങ്ങി. ആ കൂട്ടത്തിൽ ഞാനും അങ്ങ് ചാടി ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ ഇതേ സ്ഥലത്തെത്തി. ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് ബിൽഡിങ്സും കാര്യമൊക്കെ കൂടുതലാണ്. അതായത് ലണ്ടനിൽ കമ്പാരിറ്റീവ്ലി കുറേ ബിസിനസ് ഹബ്ബും കോപ്പറേറ്റീവ് കമ്പനീസൊക്കെ ഇവിടെയാണ് കുട്ടികൊള്ളുന്നത്. ഏത് മൂട്ട് ഇതിൻ്റെയൊക്കെ അടികൂടി നടക്കാൻ ഒരു ഭാഗ്യം വേണം. എന്താ വലുപ്പമല്ലേ. ഞാനും കുറേ നേരം മാനത്തേട്ടൊക്കെ നോക്കി അന്താളിച്ച് നിന്ന്. പിന്നെ നമുക്ക് കൊണ്ടുപോയ സാധനം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അതേ ഈ ടവറും പോട്ടെ, ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകേണ്ടത്. അങ്ങനെ സിഗ്നൽ പാസ്സായി നമ്മൾ നേരെ അപ്പുറത്തായിട്ട് ചാടിക്കടന്നു. ഇനി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊരു ക്രോസ് റെയിൽ പ്ലേസ് എന്നാണ് അവർ കൊടുത്തേക്കണേ. ഇത് പരിപാടി എന്നാണെന്നും അറിയത്തില്ല. അപ്പുറത്തായിട്ട് കിടക്കാം, പക്ഷേ ഇതിൻ്റെ അകത്തൂടി പോകുന്ന നല്ല രസമാണ്. ഇല്ല, പിള്ളേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് ഇതിവിടെ നോക്കാം. അവരെന്താണ്ടൊക്കെ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ. അങ്ങനെ അതിൻ്റെ അകത്തൂടി മൊത്തം നടത്താം. അതിൻ്റെ അറ്റത്ത് ഇതിൽ അവിടെ കണ്ണൊക്കെ കാണുന്നുണ്ട്. ഇല്ലുമിനിയാൻ്റെ ആണോ എന്തോ. ഇനി നമ്മൾ പോകുമ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ഒരു റൂഫ് ഗാർഡൻ ഉണ്ട്. അതായത് ബിൽഡിങ്സിൻ്റെ മണ്ടയിൽ അവന്മാരൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പോയത്. എന്തായാലും നമ്മൾ ഗാർഡനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ പൊക്കത്താണ്, ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് എങ്ങനെ ഗാർഡൻ പണിയും. ഈ ഒരു സംശയം എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പൊക്കത്ത് കയറിയപ്പോഴാണ് അവിടെ എല്ലാം വലിയ മരമൊക്കെ അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ പൊക്കത്ത് വേരൊക്കെ ഇറങ്ങി എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ അതേ കാണിച്ചിട്ടാണ്, നിങ്ങൾ കണ്ടോ, കണ്ടില്ലേ? എന്നാ പറയുന്നത്, നമ്മൾ ഈ സാധാരണ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനത്തെ പരിപാടി സെറ്റപ്പൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടി